പ്രധാനമന്ത്രി കുസും PM കുസും എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ച് 10 വാട്ട് മുതൽ 10 കിലോ വാട്ട് മുതൽ 2 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ കർഷകർക്ക് വെച്ചു കൊടുക്കാനുള്ള ഒരു മഹത്തായ പദ്ധതിയുണ്ട്. 242 കോടി രൂപയുടെ പദ്ധതിയിൽ 100 കോടിയുടെ അഴിമതിയാണ് രമേശ് ചെന്നിത്തല ആരോപിച്ചിരിക്കുന്നത്. അത് പത്രസമ്മേളനം വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രത്യേകത, ഇത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതിൽ ചെകഞ്ഞെടുത്തുകൊണ്ട് വരുന്നതിൽ വലിയ വിദ്വാനാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിനെതിരെ അന്ന് അദ്ദേഹമായിരുന്നു, രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. 5 വിഷയങ്ങളാണ്, സ്പ്രിംഗ്ലർ ഉൾപ്പെടെ 5 വിഷയങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. 5 വിഷയത്തിലും പിണറായി വിജയൻ ഗവൺമെന്റിന് പിന്നോട്ട് പോകേണ്ടി വന്നു. 5ഉം പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ആ നിലയിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രശ്നമാണ് രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോണ്ടോക് ഓട്ടോമേഷൻ കമ്പനി 2 തരം പ്ലാന്റുകൾക്കും 2 തരം തുക കൊടുത്തു. അവയൊക്കെ പരസ്പരം മാറിപ്പോയതുകൊണ്ട് അതിനകത്തൊരു തിരുത്തൽ എസ്റ്റിമേറ്റ് ടെൻഡർ പ്രോസസ്സ് തുടങ്ങിയതിനു ശേഷം അനർത്തിട്ടു. അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പ്രോസസ്സ് കാണിച്ചതിലൂടെ അതിനെ തുടർന്ന് വരുന്ന ടാറ്റ കമ്പനിക്ക് കിട്ടുന്നു, തുടർന്ന് താഴോട്ടുള്ള കമ്പനികൾക്കെല്ലാം കിട്ടുന്നു. അങ്ങനെ താഴോട്ടുള്ള കമ്പനികൾക്ക് കിട്ടുമ്പോൾ 60,000 തുക വരെ ഉള്ളൊരു വ്യത്യാസം വന്നിട്ടുള്ള രീതിയിലൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. പ്രോജക്റ്റുകൾ പലർക്കും കിട്ടി. അപ്പോൾ അതിനകത്ത് 5 കോടി രൂപയ്ക്ക് മാത്രം ടെൻഡർ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന, ബാക്കിയാണെങ്കിൽ ഗവൺമെന്റിലേക്ക് അയക്കണം എന്നുള്ള നിയമം 5 കോടിക്ക് മാത്രം അധികാരമുള്ള അനർട്ടിന്റെ ഡയറക്ടർ 240 കോടി രൂപയുടെ ടെൻഡർ പ്രോസസ്സ് നടത്തി എന്നുള്ളത് ഉൾപ്പെടെയുള്ള വളരെ ഗൗരവതരമായ ആരോപണമാണ് രമേശ് ചെന്നിത്തല വെച്ചത്. മന്ത്രി കൃഷ്ണൻകുട്ടി, അദ്ദേഹം നമ്മുടെ ഒരു കർഷകന് കൂടിയാണ്, പാലക്കാട് ഒരു പ്രമുഖ കർഷകനാണ്, ജനതാദളിന്റെ ആളാണ്, സോഷ്യലിസ്റ്റാണ്, അഴിമതിയുടെ കറയൊന്നും പുരളാത്ത നേതാവാണ്. അദ്ദേഹം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഊർജ്ജത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ഡിമാൻഡ്. അപ്പോൾ എന്തായാലും വലിയ അന്വേഷണമാണ് നടക്കേണ്ടത്. വളരെ കൃത്യമായി 5 കോടിക്ക് മാത്രം അധികാരമുള്ള ഒരു ഡയറക്ടർ 240 കോടിക്കുള്ള ടെൻഡർ പൊട്ടിച്ച് കൊടുത്തതും, അതുപോലെ ടെൻഡർ പ്രോസസ്സ് ആരംഭിച്ചതിനു ശേഷം അതിന്റെ ഡോക്യുമെന്റിൽ തിരുത്തൽ വരുത്തുന്നതും, അതിലൂടെ ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്കും അർഹർക്കും അനർഹർക്കും താഴോട്ട് ലിസ്റ്റിലുള്ളവർക്കും ക്വാളിറ്റി ഉള്ളവർക്കും ക്വാളിറ്റി ഇല്ലാത്തവർക്കും ക്വാണ്ടിറ്റി ഉള്ളവർക്കും ക്വാണ്ടിറ്റി ഇല്ലാത്തവർക്കും കഴിവുള്ളവർക്കും ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെല്ലാം കൊട്ടേഷൻ കിട്ടുന്നതും വലിയ കൊടിയ അഴിമതിയാണ്. ഈ അഴിമതിയിൽ അനർട്ടിന്റെ ഡയറക്ടറെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ചർച്ച ചെയ്യാൻ, അല്ല അദ്ദേഹത്തോട് ഇരുത്തിക്കൊണ്ടല്ലേ ചർച്ച നടക്കേണ്ടത്. അപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ട ഡയറക്ടർ അടിയന്തരമായി അനർട്ട് ഡയറക്ടറെ കൂടി മാറ്റിയിട്ട് ഉത്തരവ് പാലിച്ചുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഇതിലെന്തെങ്കിലും കഴമ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കണ്ടെത്തുകയാണെങ്കിൽ വിജിലൻസിന് വിട്ട് വളരെ കൃത്യമായി, പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും 9 വർഷമായി അഴിമതിയുടെ കാര്യം കേൾക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അതും കേൾക്കേണ്ടി വരുന്നു. എന്തൊരു ഗതികേടാണ് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഭരണവീഴ്ച കേൾക്കുന്നു, പെൻഷൻ കൊടുക്കാത്ത പ്രശ്നങ്ങൾ കേൾക്കുന്നു, ഹോസ്പിറ്റലുകളുടെ പ്രശ്നം കേൾക്കുന്നു, യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നം ഒരു വശത്ത്, സ്കൂളുകളുടെ പ്രശ്നം, കീമിന്റെ പ്രശ്നം. ഇപ്പോഴിതാ അടുത്ത മന്ത്രിയും കൂടെ വന്നിട്ടുണ്ട്, അടുത്ത വിക്കറ്റ് വീണിട്ടുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ വകുപ്പിൽ വളരെ കൃത്യമായി കൃഷ്ണൻകുട്ടിയൊക്കെ അറിയാതെ, മന്ത്രിയൊക്കെ അറിയാതെ ഇങ്ങനെ ഒരു കൊട്ടേഷൻ നടക്കുമോ, ഒരു ടെൻഡർ ഡോക്യുമെന്റ് നടക്കുമോ, ടെൻഡർ പ്രോസസ്സ് നടക്കുമോ? തീർച്ചയായിട്ടും അനർട്ടൊക്കെ നമ്മെ പോലെയുള്ള സ്ഥാപനങ്ങളെ നോക്കാൻ, ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങളെ നോക്കാൻ ഒരു APS-നെ അവിടെ വെച്ചിട്ടുണ്ട്. ആ APS-മാർ കൃത്യമായി മന്ത്രിയെ ഇതൊക്കെ ബ്രീഫ് ചെയ്യും. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ രമേശ് ചെന്നിത്തല ആരോപിക്കും പോലെ ഒരു 100 കോടിയുടെ അഴിമതി നടക്കുക? അത് നടന്നിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായ പ്രൊസീജിയർ ലാപ്സ് ഉണ്ട് എന്ന് കൃത്യമായി രമേശ് ചെന്നിത്തല ഡോക്യുമെന്റ് വെച്ച് പറയുന്നു. അത് വലിയ വാർത്തയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അനർട്ട് ഡയറക്ടറുടെ അധികാര പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അന്വേഷിക്കുകയും കൃത്യമായ നടപടി ഉണ്ടാവുകയും വേണമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഴിമതിക്കെതിരെ ഒരു കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് വന്നിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഉള്ളപ്പോൾ ഒരു വകുപ്പിലും അഴിമതി നടക്കാൻ പാടില്ല. ഇപ്പോൾ അനർട്ട് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുത്തി വലിയ അഴിമതിയുടെ ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി അറിയുവാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇത് അറിയിക്കുവാൻ ഗവൺമെന്റിന് ബാധ്യതയും.